പഞ്ചസാരയും കദളിപ്പഴവും വിഷുവിൻ്റെ അന്ന് ഭഗവാന് കൊടുക്കൂ, നേദിച്ചു തരാൻ പറയൂ തിരുമേനിയോട്. അതിഗംഭീരാണ്. പഞ്ചസാര, കദളിപ്പഴം, അല്പം മുന്തിരി, ഒരു ശകലം കൽക്കണ്ട. ഇനി ഇതൊന്നും പറ്റില്ല, അല്പം പഞ്ചസാര മാത്രം. ഇനി കദളിപ്പഴവും കൽക്കണ്ടവും മുന്തിരിക്ക ത്രിമധുരം അതിഗംഭീരാണ്. ഒരു നിവേദ്യം നമ്മുടെ വക ഭഗവാൻ അന്ന് നടത്തിയിരിക്കണം. ചെറിയ കാര്യമല്ലേ ഉള്ളൂ, ഒരല്പം. ഇത് കേൾക്കുന്ന അമ്പല കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ കുറച്ച് കദളിപ്പഴവും ഒക്കെ മേടിച്ചു വയ്ക്കുക, അന്നത്തെ ദിവസം ആൾക്കാർക്ക് നേദിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം, വിഷു ദിവസം, നിർബന്ധമായി എല്ലാ ഭക്തജനങ്ങളും പുഷ്പാഞ്ജലി കഴിക്കാം, എണ്ണ കൊടുക്കാം, നെയ്വിളക്ക് കഴിക്കാം, മാല കഴിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ അല്പം തന്നെ ഒരു കദളിപ്പഴമെങ്കിലും ഭഗവാന് നിവേദിച്ചിരിക്കണം. ഇനി കദളിപ്പഴം ഒരിക്കലും കിട്ടാത്ത നാടാണ്, അവിടെ ഒരു 15 കിലോമീറ്റർ പരിസരത്ത് പോലും കദളിപ്പഴം കിട്ടില്ലെങ്കിൽ നല്ല പൂവൻപഴം മതി. പൂവൻപഴവും പഞ്ചസാരയും കൽക്കണ്ടം മുന്തിരിങ്ങ ഭഗവാന് സമർപ്പിക്കാം. തിരുമേനിയോട് പറയാം നേദിച്ചു തരാൻ. മനസ്സിലാവുന്നുണ്ടോ? ത്രിമധുരമായിട്ട് നല്ല പൂവൻപഴം കൊടുക്കാം. ഞാലിപ്പൂവനായാലും പൂവൻപഴമായാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള പഴം കൊടുക്കുക, ഭഗവാന് നിവേദിക്കണം.